ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ ഏജൻസി വഴി ഇപ്പോൾ എബ്രോഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഏജൻസിക്കാർ നമുക്കവിടെ എത്ര സാലറി കിട്ടുന്നുണ്ടെന്ന് പറയുള്ളൂ. അതും കറക്റ്റായിരിക്കില്ല എത്ര പറയണതൊന്നും. അപ്പോൾ ഇവിടുത്തെ ചിലവും കാര്യങ്ങളൊന്നും ഒരിക്കലും പറയില്ല എന്നല്ല, അവർക്ക് അറിയാണ്ടാണത്. അവർക്ക് ഇവിടെ വന്ന എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ആരെല്ലാം കയറ്റി വിട്ട് അങ്ങനെ അവർ പറയണത് കേട്ടിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. എങ്ങാനും നമ്മൾ അതിനെപ്പറ്റി ചോദിക്കില്ല. നമുക്ക് കിട്ടണത് എത്രയാണെന്ന് അറിഞ്ഞാൽ മതിയല്ലോ. അവിടെ ചിലവിൻ്റെ കാര്യങ്ങളൊന്നും അധികം ആരും അന്വേഷിക്കാൻ പോകാറില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ നമുക്ക് എന്തോരം ചിലവ് വരും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ സാലറി കിട്ടണമെന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ, നമ്മുടെ ചിലവും കൂടി പറയണമല്ലോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ സ്ലൊവേനിയയിൽ അത്യാവശ്യം നമുക്ക് ഉള്ള ചിലവുകളാട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ കൂടെ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ മിനിമം സാലറിയും കാര്യങ്ങളൊക്കെ, ടാക്സ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടണത് മാത്രം അറിഞ്ഞാൽ പോരല്ലോ, ഇവിടെ എന്തോരം ചിലവ് വരും, നമുക്ക് എന്തോരം സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 1250 മിനിമം സാലറി ഇവിടുത്തെ. പക്ഷേ 1000 കിട്ടണവരുണ്ട് കേട്ടോ. നമുക്കപ്പോൾ 1000 വെച്ച് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു ബേസിക് സാലറിയാണ് ഈ 1000 യൂറോ എന്ന് പറയുന്നത്. 1000 അല്ല, 1050 അതിന് മേലേക്ക് ഉണ്ടാവും. അപ്പോൾ ഏറ്റവും നമുക്കൊരു 1000 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം എങ്ങനെയാണ് നമുക്ക് എക്സ്പെൻസ് എന്ന് അറിയാനായിട്ടാണ് കറക്റ്റായിട്ട്. നമ്മളിവിടെ പണിക്ക് മാത്രം വന്നാൽ പോരല്ലോ, നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങണം, പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബാത്റൂം, കിച്ചൺ, ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു അക്കോമഡേഷൻ, അതിനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ റേറ്റ്. നമുക്കിവിടെ ഇത്രയൊക്കെ കിട്ടണമെന്ന് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്നത് ഇതിനാണ്. കുറച്ച് കിട്ടും ചെയ്യും, കൂടുതൽ ചിലവാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. അപ്പം നമുക്കിപ്പോൾ ഇവിടെ ചിലവ് വരുന്നത്, നമുക്കിപ്പോൾ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഒരു അത്യാവശ്യം നല്ലൊരു വീടൊക്കെ കിട്ടും. പിന്നെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അധികം എമൗണ്ടൊന്നും വരില്ല. നമുക്കിവിടെ റൂമൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. സ്റ്റുഡൻസിനാണ് പിന്നെയും കിട്ടുന്നത്, അല്ലാണ്ട് ബാച്ചിലേഴ്സിനൊക്കെ കിട്ടാൻ പാടാണ്, ഫാമിലിക്കൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 250 യൂറോ, പിന്നെ 200, 250 അങ്ങനെയാണ് പോണേ. ഏറ്റവും കുറഞ്ഞാണ് ഞാൻ പറഞ്ഞത് 200. അതാണ് ഏറ്റവും. ഒരു ഹോസ്റ്റലിൽ നിന്നാലും ആ ഒരു ചിലവ് തന്നെയുണ്ട്. നമുക്കൊരു റൂം മാത്രമേ ഉള്ളൂ, പിന്നെ കോമൺ കിച്ചണാണ്, കോമൺ ബാത്റൂമാണെന്ന് പറഞ്ഞാലും നമുക്കൊരു 200 യൂറോ മിനിമം ചിലവുണ്ട് ഇവിടെ ഒരു റൂമിന്, ഒരു ബെഡ് സ്പേസിന്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വീട് എടുക്കുമ്പോൾ ഒരു 250 അതിന് മേലെ നമുക്ക് കൂടാട്ടോ. അപ്പോൾ നമ്മൾ പരമാവധി ഷെയർ ചെയ്ത് ഇതായിരിക്കും നല്ലത്. ഒരു വീടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ, നമുക്ക് നമ്മുടേതായ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ചിലവ് വരുന്നത് റൂം കേട്ടോ. റൂമിനപ്പോൾ നമുക്കൊരു 200, 250 കൂട്ടാം. അപ്പം നമ്മൾ 1000 പറഞ്ഞിരുന്നത്, അതിൽ നിന്ന് ഇപ്പോൾ 250 കുറഞ്ഞിപ്പോൾ 750 യൂറോ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി റൂം ഷെയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് നമുക്ക് മെൻ്റലാവും. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. ജോലിക്ക് പോകാൻ വരാം, പിന്നെ നമുക്ക് അങ്ങനെ മിങ്കിൾ ചെയ്യാൻ ആരില്ലല്ലോ. അപ്പോൾ റൂം ഷെയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകാമല്ലോ ഒരോളത്തിൽ. പിന്നെ അടുത്തത് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ഫുഡ് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഫുഡിനൊരു ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഈ ഒറ്റയ്ക്ക് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലവ് കൂടും. അപ്പോൾ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 70 അതുമൊക്കെ നമുക്ക് നിൽക്കൂട്ടാം മാക്സിമം. ഇപ്പോൾ എല്ലാ ദിവസവും പുറത്തുനിന്ന് കഴിക്കണമെന്ന് ഇതാണെങ്കിൽ അതുമ്പോൾ നിൽക്കില്ല കേട്ടോ. നമ്മൾ വെച്ച് കഴിക്കണ കാര്യമാണ് ഉദ്ദേശിച്ചത്. നമ്മൾ തന്നെ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ ഒരു 70, 80 അത്യാവശ്യം നമുക്ക് തരക്കേടില്ലാണ്ട് ഒരു ആഴ്ചയിലൊക്കെ 2-3-4 ദിവസമൊക്കെ ചിക്കനും മീറ്റൊക്കെ കഴിച്ച് അങ്ങനെ സുഖമായിട്ട് പോകാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ ഈ ഷെയർ ചെയ്ത് ഫുഡ് കഴിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. നമ്മളിപ്പോൾ മടിയൊന്നും ഉണ്ടാവില്ല. ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് തന്നെ ഓളത്തിൽ അങ്ങോട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാ പണിയും കൂടി ഒറ്റയ്ക്ക് ചെയ്യണ്ടല്ലോ. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ മനസ്സിലായില്ലേ, ഹെൽപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്കിപ്പോൾ വേറെ ഓരോ ടൈമിൽ ഷിഫ്റ്റിങ് നിങ്ങൾക്ക് മാറി ഫുഡ് കഴിക്കാം. അങ്ങനെയൊക്കെ കുറച്ച് ഗുണങ്ങളുണ്ട് ഷെയർ ചെയ്ത് ഫുഡ് വയ്ക്കണമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫുഡിനാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 100 യൂറോ മാക്സിമം. 100 യൂറോ ആകുമ്പോഴൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാനൊക്കെ പറ്റും ഇവിടെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഫുഡിൻ്റെ ഒരു ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മാക്സിമം കേട്ടോ. 100ന് താഴേക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് 100 തന്നെ കൂട്ടാം. ഇപ്പോൾ 1000 റൂമിൻ്റെ പോയി, പിന്നെ ഇപ്പോൾ ഇത് അപ്പോൾ 650 കേട്ടോ. 750, 100 കുറച്ച് കഴിഞ്ഞാൽ 650. അപ്പോൾ 650 ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. ഇനി അടുത്തൊരു ചിലവ്, ഇവിടെ നമ്മൾ ഫോൺ റീചാർജ് ചെയ്യണമല്ലോ. അപ്പോൾ ഫോണിലേക്ക് നമുക്ക് ഭ്രാന്താവുമല്ലോ. നമുക്കിപ്പോൾ വീട്ടിലേക്ക് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പണിയില്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. അപ്പോൾ ഫോണും കൂടി ഇല്ലെങ്കിൽ ഭ്രാന്താണ്. അപ്പോൾ ഒട്ടുമിക്ക അപ്പാർട്ട്മെൻറ്റുകളിലും വൈഫൈ ഉണ്ടാവും കേട്ടോ.
പിന്നെ വൈഫൈക്ക് വലിയ സ്പീഡൊന്നും ഉണ്ടാവില്ല. ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നതൊരു ഹോട്ട് എന്ന് പറഞ്ഞ സിമ്മാണ് കേട്ടോ. ഓഫർ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൻ്റെ ഹോട്ട് എന്ന് പറഞ്ഞ സിമ്മാണ് ഞങ്ങൾ യൂസ് ചെയ്യണത്. അതിനിപ്പോൾ മാസം ഒരു 10 GB, നാട്ടിലൊരു 900 കൂട്ട്. അതിൽ നമുക്ക് 150 GB ഡാറ്റയും പിന്നെ സിമ്മും ഇതൊക്കെ അൺലിമിറ്റഡ് അല്ല SMS ഇതൊക്കെ അൺലിമിറ്റഡ് അയക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു 10 യൂറോ അങ്ങനെ പോയിട്ടാണ്. അപ്പോൾ നമ്മൾ 650 നിന്ന് 10 കുറച്ച് 640 കേട്ടോ. 640 ആയിപ്പോൾ. അപ്പോൾ സിമ്മ് നമുക്ക് റീചാർജ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ആകെ ഒരു എൻ്റർടൈൻമെൻ്റ് ഉള്ളത് അതാണ്. ഫോണിലൊക്കെ നോക്കി ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കോളൊക്കെ ചെയ്യാമെന്ന്. പിന്നെ അതെന്തായാലും നമുക്ക് അത്യാവശ്യം വേണ്ടതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 10 യൂറോ കൊണ്ട് വിളിച്ച് ഇപ്പോൾ 640 യൂറോ ബാക്കി കിട്ടും നമ്മുടെ കയ്യിൽ. പിന്നെ ഈ പറഞ്ഞ മാതിരി 10 യൂറോ എന്ന് പറഞ്ഞാൽ വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ. അതിനുള്ള ഇതൊക്കെ ഉണ്ട്. എൻ്റെ 5G സ്പീഡാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 GB ഇതുണ്ട്. നമ്മൾ 1 hour ഉപയോഗിച്ചാലും തീരൊന്നുമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്തൊരു സിമ്മാണ്. 10 യൂറോ എന്ന് പറഞ്ഞാൽ വലിയ ചാർജൊന്നും ആയിട്ട് വന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി ബാക്കി 640 യൂറോ ഉണ്ട് കേട്ടോ. ഇനി അടുത്തൊരു ചിലവ് വരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് പിന്നെ നമുക്ക് അടുത്തൊരു ചിലവ് വരുന്നത് കേട്ടോ, ബസ് റീചാർജ് ചെയ്യുക. അതെന്ന് പറഞ്ഞിപ്പം നമുക്ക് എല്ലാവർക്കും കമ്പനിയുടെ അടുത്ത് തന്നെ റൂമും ഇത് കിട്ടണമെന്നൊന്നുമില്ല. ചിലപ്പോൾ കമ്പനി തന്നെ റൂം കൊടുക്കും, എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ ട്രാവൽ നമ്മൾ ബസ്സിലാണ് യാത്ര ചെയ്യുക. ഇവിടെ LPP എന്ന് പറഞ്ഞാൽ ബസ്സിലാണ് നമ്മൾ ഇത് കിട്ടുക. അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും ബസ് സ്റ്റോപ്പിൽ തന്നെ. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് റീചാർജ് ചെയ്യണതിന് പിന്നെ നമ്മുടെ അവിടുത്തെ മാതിരി പ്രൈവറ്റ് ബസ്സൊന്നും ഇല്ല. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ അങ്ങോട്ട് ബസ്സാണെന്ന് തോന്നണം, എനിക്കറിയില്ല. LPP എന്ന് പറഞ്ഞാൽ ഒരു ബസ്സാണിത്. അപ്പോൾ അതുമൊക്കെ നമ്പർ ഉണ്ടാവും ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോണതിൻ്റെയൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ ബസ്സിൽ കയറി പോയാൽ മതി. അപ്പം ആ ഒരു ബസ്സിൻ്റെ ഒരു ചാർജ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം 37 യൂറോ കേട്ടോ. അല്ലാണ്ട് നമുക്ക് മറ്റേ 1.5 യൂറോ വെച്ച് പോകാൻ പറ്റും. നമ്മുടെ മറ്റേ ATM കാർഡ് വെച്ച് പോകാൻ പറ്റും. പക്ഷെ നമ്മൾ ഇപ്പോൾ 2 ബസ്സൊക്കെ മാറി കയറാനുള്ളവരാണെങ്കിൽ നമുക്ക് ഇതായിരിക്കും നല്ലത്, റീചാർജ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 37 യൂറോ ഉള്ളൂ ഒരു മാസത്തേക്ക്. അത് കറക്റ്റ് 5-ാം തീയതി ആയിട്ട് കട്ടാവും എല്ലാ മാസവും. അങ്ങനെയാണ് ഇത് കണക്ക്. അപ്പോൾ ഒരു 37 യൂറോ എന്ന് പറഞ്ഞാൽ 40 യൂറോ തന്നെ കൂട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ സൈക്കിളൊക്കെ മേടിച്ച് സൈക്കിൾ പോകുന്നതായിക്കോട്ടെ നല്ലത്. 37-40 യൂറോ കൊടുത്ത ഒരു സെക്കൻഡ് ഹാൻഡ് നല്ല സൈക്കിൾ കിട്ടും. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വിൻ്റർ ആകുമ്പോഴാണ് തണുപ്പത്ത് സൈക്കിളൊന്നും ചവിട്ടാൻ പറ്റില്ല. അതാണ് ഒരു പ്രശ്നമുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചൂടത്തൊക്കെ സമ്മറിലൊക്കെ നമുക്ക് സൈക്കിളുമ്മേ സുഖമായിട്ട് പോകാം കേട്ടോ. ഒരു 3-4 മാസമൊക്കെ നമുക്ക് സുഖമായിട്ട് പോകാം. അപ്പോൾ അന്നൊക്കെ സൈക്കിൾ എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്കൊരു സൈക്കിളിൻ്റെ ഒരു മാസം റീചാർജ് ചെയ്യുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു സൈക്കിൾ മേടിക്കാം. 3-4 മാസം പോകും. ഇപ്പം നമ്മളൊരു സൈക്കിൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ. അപ്പോൾ നമ്മളതൊരു 3-4 മാസമാണ് സമ്മറിലൊക്കെ അങ്ങനെ അതുമേണ് പോകാറ്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ കുറേ ദൂരമാണെങ്കിൽ പറ്റില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ഒരു 5-10 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഇപ്പോൾ ഒരു 640 നിന്ന് ഒരു 40 തന്നെ കുറയ്ക്കാം. 600 യൂറോ ആയിട്ട് ഇപ്പോൾ ബാക്കി നമ്മുടെ 1000 നിന്ന് കൂട്ടിയിട്ട് ഇപ്പോൾ 600 യൂറോ വരെ ചിലവായിട്ട് ഇവിടെ. ഇതൊക്കെയാണ് മെയിൻ ചിലവുകൾ വരുന്നത്. പിന്നെ അടുത്തൊരു ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിലവുകൾ തന്നെ കേട്ടോ. നമ്മൾ വരുത്തി വയ്ക്കണ എക്സ്ട്രാ ചിലവുകളാണ് അടുത്തൊരു ചിലവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ചിലവുകൾ എന്ന് പറഞ്ഞാൽ സ്മോക്ക് ചെയ്യണവരാണെങ്കിൽ സിഗരറ്റ് മേടിക്കണം. സിഗരറ്റിന് ഇവിടെ 5 യൂറോ കേട്ടോ ഒരു പാക്കറ്റ് സിഗരറ്റിന്. അപ്പോൾ നല്ല വലിക്കാരൊക്കെ ആണെങ്കിൽ അതും തന്നെ ഒരു 100 യൂറോ തന്നെ അതുമ്മ പോവും. പിന്നെ മദ്യമൊക്കെ കഴിക്കണവരാണെങ്കിൽ അങ്ങനെ ചിലവ് പോവും. പിന്നെ അല്ലാണ്ട് ലഹരി സാധനങ്ങളൊക്കെ ഉപയോഗിക്കണവരാണെങ്കിൽ ചിലവുകൾ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ ചിലവാക്കാനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ ഞാൻ പറയുന്നത് പബ്ബിലൊക്കെ പോകുന്നവരാണെങ്കിൽ പിന്നെ അതിനും ചിലവ്, എല്ലാത്തിനും പൈസ ഇറക്കിയാലാണ് കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പം അങ്ങനെ അതൊക്കെ നമ്മുടെ ചിലവുകൾ തന്നെയാണ് കേട്ടോ. അതൊന്നും നമുക്ക് അത്യാവശ്യം വേണ്ടതല്ല. ആവശ്യമുള്ള ഇപ്പോൾ കള്ള് കുടിക്കാത്തവരുണ്ടാവും, സിഗരറ്റ് വലിക്കാത്തവരൊക്കെ ഉണ്ടാവും, പിന്നെ പബ്ബിൽ പോകാൻ താല്പര്യമില്ലാത്തവരൊക്കെ ഉണ്ടാവും. അവർക്കൊന്നും അല്ലത്. ഇതൊക്കെ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ തന്നെ ചിലവാണിത്. നമ്മുടെ എന്ന് പറയുന്ന എക്സ്ട്രാ ചിലവുകളാണ്. അപ്പോൾ മറ്റേ നേരത്തെ പറഞ്ഞ് നമുക്ക് അത്യാവശ്യം വേണ്ടതാട്ടോ. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്കിപ്പാക്കാം, വേണമെങ്കിൽ പോകാമെന്നുള്ള സെറ്റപ്പാണ്. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. സിഗരറ്റിനായാലും കാര്യങ്ങൾക്കൊക്കെ ആയാലും നല്ല റേറ്റ് ഉണ്ട്. പിന്നെ പബ്ബിൽ കയറണമായാലും പിന്നെ അവിടുത്തെ മദ്യം മേടിക്കണമെങ്കിലായാലും എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഉപയോഗിക്കണവർക്കാട്ടോ അത് പറഞ്ഞത്. ഉപയോഗിക്കാത്തവരൊക്കെ ഉണ്ട്, അവർക്കൊന്നും ഈ ചിലവ് ഉണ്ടാവില്ല കേട്ടോ. ഉപയോഗിക്കണവർക്കാണ് ഞാൻ പറഞ്ഞത് ചിലവ്. നമുക്കൊരു ഏകദേശം ഒരു 50 യൂറോ ഈ ഒരു ഇങ്ങനെ മദ്യം സിഗരറ്റൊക്കെ ആയിട്ട് നമുക്കൊരു 50 യൂറോളം ഒരു മാസം ചിലവോ. നന്നായിട്ട് കുടിക്കണവർക്ക് കേട്ടോ. ഒരു പ്രാവശ്യം കുടിക്കുന്നവർക്കോ പിന്നെ വലിയ വലിക്കാരൊന്നും അല്ലെങ്കിൽ ഇത്രയും ചിലവുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് മെയിൻ ചിലവുകൾ വരുന്നത് കേട്ടോ. ഈ ഇതിനൊക്കെ ചിലവുകൾ വരുന്നത്. പിന്നെ ഇവിടെ എല്ലാ സാധനവും കിട്ടും. മറ്റേ നമ്മുടെ നാട്ടിലെത്തേലും നന്നായിട്ട് ഇവിടെ സാധനങ്ങളൊക്കെ. പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ സാധനങ്ങളൊന്നും ശരീരത്തിന് നല്ലതൊന്നുമല്ല, ഗുണം ചെയ്യണ സാധനങ്ങളൊന്നുമല്ല, ദോഷം തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോ പേഴ്സണൽ ചോയ്സാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് വലിയ ഗുണമില്ല എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത്. അപ്പോൾ ഈ ഇങ്ങനത്തെ സാധനത്തിനൊക്കെ ആയിട്ട് ഒരു 50 യൂറോ ചിലവ് കൂട്ടിട്ടാ. പിന്നെ നല്ല വലിക്കാരൊക്കെ ആണെങ്കിൽ ഇതിന് മേലെയാവും. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞത് ഒരു 50 യൂറോ കൂട്ടിട്ടാ. പിന്നെ ഇവിടുത്തെ ഒരു ചിലവല്ല, അത് ബാങ്കിൻ്റെ
ഒരു ഇതെന്ന് പറഞ്ഞിട്ട് ബാങ്കിൻ്റെ ചാർജ് എന്ന് പറഞ്ഞിട്ട് എല്ലാ മാസവും ഒരു 5 യൂറോ 8 യൂറോ 10 യൂറോ എന്ന് പറഞ്ഞ് ഇവർ പിടിക്കും. 10 യൂറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 1000 രൂപ അടുത്തായി. അപ്പോൾ ആ ഒരു 10 യൂറോ അങ്ങനെ പോകും. അതിപ്പോൾ നമ്മൾ അയക്കുമ്പോൾ ഒരു 10 യൂറോ അതിൽ മാറ്റി വെച്ചിട്ടുണ്ടാവും. അത് ബാങ്കുകാർ എടുക്കും എന്തായാലും. മാസം നമ്മുടെ ട്രാൻസാക്ഷൻ കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിടിക്കുന്ന കേട്ടോ. ഒരു 10 യൂറോ ഒന്നുമില്ല, ഒരു 5 യൂറോ അങ്ങനെ പിടിക്കും അവർ. അത് ഓരോ ബാങ്കിനനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്നും വലിയ ചിലവൊന്നുമല്ല. അതിപ്പോൾ അതൊക്കെ അങ്ങനെ ഇതൊക്കെ ആയിട്ട് പൊക്കോളും. അപ്പോൾ 600 യൂറോ കേട്ടോ നമുക്ക് അവസാനം കയ്യിൽ ഉള്ളത്. ഞാൻ 1000 വെച്ചിട്ടാണ് കൂട്ടിയത്. 1000 നമുക്കൊരു കണക്കാവാനായിട്ടാണ് ഞാൻ 1000 പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഞാൻ മാക്സിമം ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഫുഡായാലും പിന്നെ കാര്യങ്ങളായാലും ഒക്കെ ഞാൻ മാക്സിമമാണ് പറഞ്ഞത്. നമുക്കിതിലും കുറവായിട്ടേ വരുള്ളൂ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കൊരു 600 യൂറോ നമുക്കിപ്പോൾ നാട്ടിലേക്ക് അയക്കാൻ പറ്റും. 600 യൂറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു 50,000 രൂപ. 50,000 രൂപയുടെ ഞാൻ 1000 മേടെ ഞാൻ പറഞ്ഞത്. 1000-ന് മേലെ നമുക്ക് സാലറിയും കാര്യങ്ങളും ഉണ്ട് ഇവിടെ. അപ്പോൾ 1000 വെച്ച് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമുക്ക് ചിലവ് വരുന്നത് കേട്ടോ. 1000 മേടിക്കണവരിക്കണം കേട്ടോ. അതാണ് ഞാൻ 1000 തുടങ്ങിയത്. അപ്പോൾ നമുക്കൊരു 600 യൂറോ 50,000 രൂപയുടെ നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞ അത്യാവശ്യം നല്ല ചിലവുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു 600 യൂറോ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് നമുക്കിവിടെ മെയിനായിട്ട് ചിലവ് വരുന്നത്. ഫുഡ്, ബസ്, റൂം, പിന്നെ സിമ്മ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇവിടെ ചിലവായിട്ട് വന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് 600 യൂറോ ആണ് ഇവിടെ വന്നിട്ട് ഞാൻ 1000-ന് കണക്ക് കൂട്ടിയേട്ടാ. 1000-ന് മേലെ കിട്ടും. അപ്പോൾ 600 യൂറോ നമുക്ക് ഒരു 50,000 രൂപ നാട്ടിലേക്ക് സുഖമായിട്ട് അയക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.